ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. രാജ്മ ഉലർത്തിയത് കേട്ടോ. രാജ്മ എന്താണെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും, ലൈക്ക് കിഡ്നി ബീൻസ് എന്ന് പറയും. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് രാജ്മ ഉലർത്തിയ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാജ്മ എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി ബീൻസ്, അതായത് നമ്മുടെ വൻപയറിൻ്റെ വലിയ സൈസുള്ള സാധനം കേട്ടോ. അതൊരു 8-9 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാലത്ത് എണീക്കുമ്പോൾ നന്നായിട്ട് അത് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാകത്തിന്. എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയ ശേഷം, നല്ല വൃത്തിക്ക് കഴുകിയ ശേഷം നമുക്ക് ഇതൊരു കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. 3 വിസിൽ മതി. കുക്കറിലിടുമ്പോൾ എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. എന്നിട്ട് പാകത്തിന് വെള്ളവും വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവുകയും നമുക്കൊരു 4 വിസിൽ വരെ വന്നു, അപ്പോഴാണ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് നമുക്കൊരു 10-12 കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി വേണം, പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ 3 വറ്റൽമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 കറക്കം വെച്ച് കൊടുക്കാം കേട്ടോ. രാജ്മ എന്ന് പറയുമ്പോഴേ സാധാരണ നമ്മുടെ പയർവർഗ്ഗങ്ങൾ പോലെയല്ല കേട്ടോ, നല്ല വേവ് കൂടുതലാണ്. ഇപ്പോൾ അരപ്പത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അരപ്പപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് അധികം വേണ്ട, നമ്മൾ രാജ്മ ഉലർത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കുറച്ച് തരി പോലെ ഉണ്ടായിരുന്ന ഓക്കെയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ രാജ്മ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി ഒരു പാൻ എടുത്തിട്ട് ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതായത് കുഞ്ഞുള്ളിയും അതുപോലെ നമ്മുടെ ഗാർലിക്കും പിന്നെ വറ്റൽ മുളകും എല്ലാം ഇട്ടിട്ടുള്ള അത് നമുക്കൊന്ന് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വഴറ്റിയെടുക്കാമേ. അപ്പോൾ പച്ചമണമൊക്കെ പോയി അത് നന്നായി മൂത്ത് വരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയ്ക്ക് നല്ലൊരു ഫ്ലേവർ തരാൻ കഴിയുമല്ലോ. സാധാരണ ഇവിടെ കറിവേപ്പില ഉണ്ടാവാറില്ല, താഴെ മരത്തിലുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങാറില്ല. അധികവും നമുക്ക് ഈ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടാറാണ് പതിവ് കേട്ടോ, കറിവേപ്പില. അപ്പോൾ നമ്മൾക്കിത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രാജ്മ ഇല്ലേ, അത് ഗ്രേവിയോട് കൂടിയ തന്നെ നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉലർത്തിയെടുക്കണമെങ്കിൽ ഈ വെള്ളമൊക്കെ പോകണമല്ലോ. അല്ലാതെ ഇങ്ങനെ ഗ്രേവി ആയിട്ടാണെങ്കിലും കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്രേവി ആയിട്ടും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉലർത്തിയെടുക്കുന്നത് കൊണ്ട് ഞാനൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ഗ്യാസ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഗ്രേവി ഒന്ന് വറ്റിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മുടെ ഉലർത്തിയ രാജ്മ കിട്ടുള്ളൂ. ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് ഉലർത്തിയതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ ഉലർത്തിയത് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി എല്ലാം വറ്റുന്നവരെ വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ അടിപൊളി രാജ്മ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലൊരു അടിപൊളിയാണ്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലേക്ക് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ രാജ്മ ഉലർത്തിയത് കഴിക്കാം കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെയാണ് പോകുകയെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ കാലത്ത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനും ഇത് നന്നായി യൂസ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഞാനൊരു മോര് കാച്ചിയതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല കോമ്പിനേഷനായിരുന്നു. കാലത്ത് ചപ്പാത്തിയുടെ കൂടെ അയ്യോ അടിപൊളി. നമുക്ക് ഇതിന് ഗ്രേവിയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓരോരോ ബീൻസ്, അതായത് രാജ്മ എടുത്തിട്ട് ഇങ്ങനെ ചപ്പാത്തിയുടെ ഒരു പീസും എടുത്തിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അത് ചുവന്നുള്ളിയുടെയും നമ്മുടെ വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെ ആ അരപ്പുണ്ടല്ലോ, ആ ഗ്രേവി, അതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും കൂട്ടാൻ കാരണം. ആ ഒരു അരപ്പിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതും. എല്ലാവരും ഇതേപോലത്തെ ഒരു കോമ്പിനേഷനായിട്ട് രാജ്മ ഒന്ന് ഉലർത്തി ഇത് കഴിച്ച് നോക്കണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.